എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് മുന്നേ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് നമ്മൾ ചുരിദാർ കട്ടിങ് ചെയ്യുന്ന ഒരു ലൈവായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് നമുക്ക് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് അത് ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത് ഞാനിത് ഒന്നുകൂടെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അളവ് എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം 36 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടി, അതിൻ്റെ 4 കണ്ടു കഴിഞ്ഞപ്പോൾ 10 ഇഞ്ച് നമുക്ക് വണ്ണം കിട്ടി. പിന്നെ ഇടവണ്ണം എന്ന് പറഞ്ഞാൽ 30 ഇഞ്ചാണ്. 30ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് 34 കിട്ടി. അതിൻ്റെ 4 എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. ആ 8.5 ഇഞ്ച് 14 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് 13 ഇഞ്ചാണ് കിട്ടിയത്. അതിനകത്തുനിന്ന് 6.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി. പിന്നെ കൈക്കുഴിയാണ് കിട്ടിയിരിക്കുന്നത്. കൈക്കുഴി നമുക്ക് 17 ഇഞ്ചാണ്. അത് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയപ്പോൾ ആ 17.5 എന്ന് പറയുന്ന കൈക്കുഴി നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സീറ്റ് വണ്ണമാണ്. സീറ്റ് വണ്ണം നമുക്ക് 38 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 2 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ ഇവിടെ 38-ന് 40 ഇഞ്ച് അതിൻ്റെ അളവിൽ 10 ഇഞ്ച് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ ഇവിടുത്തെ സ്ലിറ്റിൻ്റെ ഇറക്കം 21.5 അങ്ങനെ നമ്മൾ ഇവിടുത്തെ അതേ രീതിയിൽ തന്നെ വണ്ണവും ഇവിടെ താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഇങ്ങനെ നമ്മൾ സ്കെച്ച് ഇതിൻ്റെ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒറിജിനൽ പീസ് വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തുണി നമ്മൾ മടക്കിയിടുന്ന രീതി കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒരു 2.25 മീറ്ററോളം തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ രണ്ടായിട്ടിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 12 ഇഞ്ച് നമുക്ക് വണ്ണത്തിൽ അങ്ങോട്ട് അടയാളപ്പെടുത്തി അങ്ങോട്ടില്ല. 13 ലൈനിങ് പീസ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 42 ഇഞ്ച് ഇറക്കമാണ് ചുരിദാറിന് വേണ്ടിയത്. ഇറക്കം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. വെച്ച് വെട്ടിയെടുക്കണേ. നമ്മൾ ചുരിദാറിൻ്റെ പീസും ലൈനിങ്ങും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് വെട്ടുന്നത്. കൈ എപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കൈ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ എപ്പോഴും കൈ നേരെ നീളത്തിൽ കിട്ടുന്നതായിരിക്കും നല്ലത്. വിലങ്ങനെ കിട്ടിക്കഴിഞ്ഞതിനേക്കാൾ നല്ലത് നീളത്തിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നീളത്തിലെടുക്കുവാണ്. കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഇതിൽ 1/4 ഇഞ്ച് ഇവിടെ വരയ്ക്കണം. പിന്നെ 12 ഇഞ്ച് കൈയുടെ ഇറക്കം. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിടും. 2 പ്രാവശ്യം മടക്കിയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇതേ വണ്ണത്തിൽ തന്നെ ഇടും. ഒന്ന് ഇവിടെ അടിച്ചിട്ട് ഒന്നുകൂടെ മടക്കുമ്പോഴത്തേക്കിന് 2 പ്രാവശ്യം
മടക്കുമ്പോഴത്തേക്കിന് ആ കറക്റ്റ് വണ്ണം കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് തയ്ക്കുന്നത്. പിന്നെ കൈയുടെ വണ്ണം 11 ഇഞ്ച്. ഇവിടെ ആംഹോൾ എന്ന് പറയുന്നത്, കൈക്കുഴി എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ്. ആ 17.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നത് എവിടം വരെയാണെന്ന് നമുക്ക് നോക്കാം. 17.5 ഇഞ്ച് 17.5 ഇഞ്ചിലോട്ട് ഈ 5.5 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. ഇതാണ് നമ്മുടെ കൈയുടെ കൈ കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതും അതുപോലെ തന്നെ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടുന്നുണ്ട്. നമുക്ക് കൈയായി. ഇനി നമുക്ക് വേണ്ടത് കഴുത്താണ് വേണ്ടത്. ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ച, നമ്മൾ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് 7 ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ച. ഇവിടെ 3.5 ഉണ്ടോ എന്ന് നോക്കണം. 3.5 ആയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാവുള്ളൂ. നമ്മൾ ഒരു 5.5 ഇഞ്ച് ഒരു 5 ഇഞ്ച് താഴ്ച കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ കഴുത്ത് ഷേപ്പ് ചെയ്യും. ഈ ഒരു മോഡലിലെ കഴുത്താണ്. ഈ ഒരു മോഡൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാൻഡ് കണക്ട് ചെയ്തിട്ട് വേണം വെട്ടാൻ. എന്നിട്ട് നമുക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. ഈ ഒരു മോഡലിലാണ് കഴുത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ കഴുത്തിന് 3.5 ഇഞ്ച് അകലം കൊടുക്കുക. കഴുത്തിൻ്റെ താഴ്ച 4 ഇതുമായിട്ടുണ്ട്.